എറണാകുളം നിലമ്പൂർ മെമു ട്രെയിനിന്റെ ബോഗികളുടെ എണ്ണം കുറച്ചതിനെതിരെ യാത്രക്കാരുടെ പ്രതിഷേധം. 16 ബോഗികൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും എണ്ണം കുറച്ചാണ് സർവീസ് നടത്തുന്നത്. കടുത്ത തിരക്ക് മൂലം പല ദിവസങ്ങളിലും യാത്രക്കാർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമാണ്. പാലക്കാട് വരെ ഉണ്ടായിരുന്ന ട്രെയിൻ നേരത്തെ നിലമ്പൂരിലേക്ക് നീട്ടുകയും ചെയ്തിരുന്നു. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഈ എണ്ണം കൂട്ടുന്നു എന്ന വാർത്ത വലിയ ആശ്വാസത്തോടെ കേട്ടവർക്ക് മുന്നിലാണ് എണ്ണം കുറച്ചുകൊണ്ടുള്ള തട്ടിപ്പ്. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് റെയിൽവേ ഈ തട്ടിപ്പ് നടത്തുന്നത് അറിയില്ല മാധു. പക്ഷേ നേരത്തെ 12 ബോഗിയായിരുന്നു ഈ ട്രെയിനിനുണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് പാലക്കാട് വരെയായിരുന്നു ഈ മെമ്പു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് അത് നിലമ്പൂർ വരെ നീട്ടുകയായിരുന്നു. 16 കമ്പാർട്ട്മെന്റ് ആക്കി ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. 4 കമ്പാർട്ട്മെന്റ് കൂടി അധികമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ആളുകളുടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായ സാഹചര്യത്തിലായിരുന്നു അന്ന് ഇത്തരത്തിൽ ഈ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂട്ടിയത്. പക്ഷേ ഈ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂട്ടി എന്ന് അറിയിച്ച ശേഷവും പിന്നീടും ഒരു ദിവസം 16 കമ്പാർട്ട്മെന്റുമായി ട്രെയിൻ ഓടിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഈ പാലക്കാട് നിലമ്പൂർ നേരത്തെ പാലക്കാട് വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലമ്പൂർ വരെ പോകുന്ന എറണാകുളം നിലമ്പൂർ മെമു. അപ്പോൾ ഇത് ഒരു ദിവസം 16 കമ്പാർട്ട്മെന്റുമായിട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കുറേ ദിവസങ്ങളിൽ 12 കമ്പാർട്ട്മെന്റ് 12 ബോഗിയുമായിട്ടായിരിക്കും ഓടുക എന്നാണ് ഇതിലെ സ്ഥിരമായ യാത്രക്കാർ, നിരവധി യാത്രക്കാർ സ്ഥിരമായി ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണ്. ഇതിലെ ആളുകൾക്ക് തന്നെ ഇപ്പോൾ 5:30 ആയിട്ടില്ല, ഇപ്പോൾ തന്നെ ഇതിന്റെ സീറ്റൊക്കെ തന്നെ ഒക്കുപ്പൈഡ് ആണ്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ ട്രെയിൻ എടുക്കുമ്പോഴേക്കും ഇത് ആളുകൾ വലിയ തോതിൽ നിറയുമെന്നാണ് ഇതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവരുടെ നിരന്തരമായ ഒരു ആവശ്യമാണ് ഇങ്ങനെ ഇതിൽ കൂടുതൽ ബോഗികൾ അനുവദിക്കണം, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അത്രയും ബോഗികളും അനുവദിക്കണം. ഇതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണോ? ഈ ട്രെയിനിൽ വലിയ തിരക്കുകളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ സീറ്റെല്ലാം ഒക്കെ പോയി ആളുകൾ നിറയും. ഇപ്പോൾ ഇനിയും കുറേ സമയമുണ്ട് ട്രെയിൻ എടുക്കാൻ, അപ്പോൾ ഇനിയും കുറേ ആളുകളൊക്കെ വരും. അപ്പോൾ എങ്ങനെയാണ് വലിയ ദുരിതം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും വലിയ ദുരിതമാണ്. ഇതിൽ ആദ്യം 16 കമ്പാർട്ട്മെന്റിൽ നിന്ന് ഒരിക്കൽ അനൗൺസ് ചെയ്തിരുന്നു. കുറച്ച് ദിവസം 16 കമ്പാർട്ട്മെന്റ് ഓടി. അന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് കുറഞ്ഞു ഇപ്പോൾ 2 ദിവസത്തിൽ ഒരിക്കലാണ്. മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ ഈ ചെറിയ ട്രെയിൻ ആയിരിക്കും 12 കമ്പാർട്ട്മെന്റേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം നിലമ്പൂർ വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ ദൂരം കൂട്ടുകയും ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ടെക്നോ പാർക്കിലുമൊക്കെ ഉള്ള എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുള്ള ട്രെയിനാണ്. അപ്പോൾ കളമശ്ശേരി ആയിക്കോട്ടെ, നോർത്ത് സ്റ്റേഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും കൂടുതൽ ആൾക്കാർ കയറുന്ന ട്രെയിനാണ്. അപ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനം പാലിക്കുന്നില്ല എന്നതാണ് ഏറ്റവും കഷ്ടം. 16 കമ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് നിന്നെങ്കിലും പോകാൻ പറ്റും. ഇത് അതുപോലും പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ആളുകൾ ഈ ട്രെയിനിലേക്ക് കയറും. അപ്പോൾ നിൽക്കാൻ പോലും ഇടമില്ലാതാകുമെന്നാണ് ഇവർ പറയുന്നത്. ചേട്ടാ, ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യും. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം പാസഞ്ചർ ആയപ്പോൾ കൂടുതൽ കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. കമ്പാർട്ട്മെന്റ്സ് കുറച്ചു, തിരക്ക് കൂടുന്നു, പാസഞ്ചേഴ്സ് കൂടി, കമ്പാർട്ട്മെന്റ്സ് കുറച്ചു. ഓഫറൊക്കെ ഉണ്ട്, പക്ഷെ വരുന്നില്ല. അതിന് മാധു, ഈ യാത്രക്കാരൊക്കെ വലിയ ദുരിതമാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ ട്രെയിനിലെ എല്ലാ സീറ്റുകളിലും ആളുകളുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സമയം, പ്രത്യേകിച്ച് ഈ സമയം ഈ റൂട്ടിൽ ഈ സമയത്തോടുന്ന പ്രധാനപ്പെട്ട ഒരു ട്രെയിനാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിവിധ കമ്പനികൾ ജോലി ചെയ്യുന്ന ഈ ആളുകളൊക്കെ തന്നെ ഇതിനെ ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ഇനിയുള്ള സമയം കൂടി ആകുമ്പോൾ ഈ എറണാകുളത്ത് നിന്ന് ഈ ട്രെയിൻ എടുക്കുമ്പോൾ തന്നെ മിക്ക ദിവസവും ആളുകൾ ട്രെയിനിൽ നിന്ന് പോകേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ നിറഞ്ഞു നിന്ന് പോകേണ്ട അവസ്ഥയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഈ ട്രെയിൻ എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് മെമു ട്രെയിനാണ്, എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി പോകുന്നൊരു ട്രെയിനാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യമുള്ളപ്പോൾ അത് പറഞ്ഞിട്ടുള്ള അത്രയും കമ്പാർട്ട്മെന്റെങ്കിലും ഇവർക്ക് അനുവദിച്ച് നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മാധു, ശരി. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. മെമു യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് വിചാരിച്ചിടത്താണ് ഇപ്പോൾ ബോഗികളുടെ എണ്ണം കുറച്ച് ഓടുന്നത്. അത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്.